ഗോൾഡ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു എവർഗ്രീൻ അസറ്റാണ്. എപ്പോഴും ഒരു നല്ല ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷനാണ്. ഒരു 15 ഇയേഴ്സിൻ്റെ ഹിസ്റ്ററി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഗോൾഡിൻ്റെ അപ്രിസിയേഷൻ ഈസ് റിയലി അമേസിങ്. 2024 ജനുവരി 1 തൊട്ട് 2024 ഡിസംബർ 31 വരെയുള്ള കണക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ഒരു പവൻ ഗോൾഡിൽ 10,000 രൂപയോളം വർധനവ് വന്നിട്ടുണ്ടെന്നുള്ളത്. അങ്ങനെ പറഞ്ഞാൽ ഇന്ന് കാണുന്ന സ്റ്റോക്ക് മാർക്കറ്റിലെ നിഫ്റ്റിയും സെൻസെക്സിനെയും ബീറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു മുന്നേറ്റം ഗോൾഡിന് നടത്താൻ സാധിച്ചു എന്നുള്ളതാണ് ഗോൾഡിനെ ഇത്രയും പോപ്പുലർ ആക്കുന്നത്. ഗോൾഡിൽ ഏറ്റവും ബെസ്റ്റായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന 2 ഓപ്ഷൻസാണ്. നമ്മൾ ട്രഡീഷണലായിട്ട് യൂസ് ചെയ്യുന്നതാണ് ഫിസിക്കൽ ഗോൾഡ്. ഫിസിക്കൽ ഗോൾഡ് നമ്മളൊരു ഗോൾഡ് ഷോപ്പിൽ നിന്നോ പോയിട്ട് നമ്മൾ വാങ്ങിക്കുകയാണെങ്കിൽ അതിന് മേലെ നമ്മൾ GST കൊടുക്കണം. അത് വാങ്ങിച്ച് കൊണ്ടുവന്ന് വീട്ടിൽ സൂക്ഷിക്കുമ്പോൾ ഉണ്ടാകുന്ന റിസ്ക്, നമുക്കുണ്ടാകുന്ന ടെൻഷൻ അത് വേറെ. അല്ലെങ്കിൽ നമ്മൾ ബാങ്ക് ലോക്കറിൽ സൂക്ഷിക്കുമ്പോൾ ലോക്കറിൻ്റെ ഫീസ് കൊടുക്കണം. ഇതെല്ലാം ഇന്ന് ഫിസിക്കൽ ഗോൾഡ് എന്ന് പറയുന്ന ഒരു അസറ്റ് വാങ്ങുന്ന, അത് ഗോൾഡ് കോയിൻ ആവട്ടെ, ഗോൾഡ് ബിസ്ക്കറ്റ് ആവട്ടെ, ഗോൾഡ് ഓർണമെൻറ്റ്സ് ആണെങ്കിൽ അത് വേറെ കേസ്, നമുക്കതിന് പണിക്കൂലിയും കൊടുക്കണം. പക്ഷേ ഇങ്ങനെ ഈ ഫിസിക്കൽ ഗോൾഡ് വാങ്ങിക്കുമ്പോൾ ഉണ്ടാകുന്ന ടെൻഷനാണ് ഇന്ന് ഒരുപാട് പേര് ഫിസിക്കൽ ഗോൾഡിൽ നിന്ന് മാറി ചിന്തിക്കാൻ കാരണമാകുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ 100% ട്രസ്റ്റബിൾ ആയിട്ടുള്ള, 100% വിശ്വസിക്കാൻ പറ്റുന്ന 2 ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷൻസാണ് ഈ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് സോവറിൻ ഗോൾഡ് ബോണ്ടാണ്. ഒരു വർഷത്തിൽ 2-3 തവണ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇഷ്യൂ ചെയ്യുന്ന ബോണ്ടുകളാണ് സോവറിൻ ഗോൾഡ് ബോണ്ട് എന്ന് പറയാം. ആ സമയത്ത് ഗോൾഡിൻ്റെ പ്രൈസ് എന്താണോ അതനുസരിച്ച് 1 ഗ്രാം മുതൽ നമുക്ക് 1 ഗ്രാമിൻ്റെ മൾട്ടിപ്പിൾസ് 2 ഗ്രാം, 5 ഗ്രാം, 10 ഗ്രാം അങ്ങനെയുള്ള ഗോൾഡ് നമുക്ക് വാങ്ങി സൂക്ഷിക്കാൻ പറ്റും. ഫിസിക്കൽ ഗോൾഡല്ല, പേപ്പർ ബോണ്ടുകളാണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ തരുന്ന ബോണ്ടാണ്. സോ 100% ഇതിൽ വിശ്വാസക്കുറവിൻ്റെ ഒരു കേസ് വരുന്നില്ല. ഇനി ഈ ബോണ്ടുകൾ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ചില പ്രത്യേകതകൾ പറയാം. നമ്മൾ ഒരു എക്സാമ്പിൾ സഹിതം പറഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് മനസ്സിലാവും. സപ്പോസ് ഞാൻ 1 ലക്ഷം രൂപയ്ക്ക് സ്വർണം വാങ്ങിയെന്ന് വിചാരിക്കാം. ആ 1 ലക്ഷം രൂപയ്ക്ക് ഞാൻ വാങ്ങിച്ച സ്വർണം 8 വർഷം വരെ ഇതിന് ലോക്ക് ഇൻ പീരീഡ് ഉണ്ട്. അത് 8 വർഷത്തിനുള്ളിൽ എടുക്കാൻ പറ്റില്ല എന്നർത്ഥം. 8 വർഷം കഴിഞ്ഞിട്ട് ആ ലോക്ക് ഇൻ പീരീഡ് കഴിഞ്ഞപ്പോൾ ഈ സ്വർണത്തിൻ്റെ വില കൂടി. ഞാനിട്ട 1 ലക്ഷം രൂപ 2.5 ലക്ഷം രൂപ ആയിട്ടുണ്ടെങ്കിൽ എൻ്റെ ലാഭം എന്ന് പറയുന്നത് അവിടെ 1.5 ലക്ഷം രൂപയാണ്. ആ 1.5 ലക്ഷം രൂപക്ക് നിങ്ങൾ 1 രൂപ പോലും ടാക്സ് കൊടുക്കണ്ട എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും ഒരു ഹൈലൈറ്റ്. രണ്ടാമത്തെ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള എമൗണ്ട് എന്ന് പറഞ്ഞാൽ 1 ലക്ഷം രൂപയാണ്. ആ 1 ലക്ഷത്തിന് 2.5% വെച്ച് ഒരു വർഷം നമുക്ക് ഇൻട്രസ്റ്റ് നമ്മളെ ബാങ്കിൽ കിട്ടുമെന്നുള്ളതാണ് അതിൻ്റെ ഒരു കേസ് വരുന്നത്. അത് ഒരു വർഷത്തിൽ 2.5 കിട്ടുന്നത് 2 ഘട്ടങ്ങളിലായിട്ടാണ് കിട്ടുന്നത്. 6 മാസം കഴിയുമ്പോൾ 1.25%, അടുത്ത 6 മാസം 1.25% നമുക്ക് ഇൻട്രസ്റ്റ് ബാങ്കിൽ ക്രെഡിറ്റ് ആക്കും. ഇതിൻ്റെ ഒരു പ്രോബ്ലം അല്ലെങ്കിൽ ഡ്രോബാക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നോൺ റെസിഡൻറ്റ് ഇന്ത്യൻസിന് ഇതിൽ അപ്ലൈ ചെയ്യാൻ സാധിക്കില്ല. റെസിഡൻസ് ഇന്ത്യൻസിന് മാത്രമേ പറ്റുള്ളൂ. ഇപ്പോൾ നോൺ റെസിഡൻറ്റ് ഇന്ത്യൻസ് ആയിട്ട് ഒരാൾ പുറത്ത് നിൽക്കുകയാണെങ്കിൽ അവരുടെ വൈഫിൻ്റെ പേരിലോ മക്കളുടെ പേരിലോ ഈവൻ മൈനസ് കുട്ടികളുടെ പേരിലോ ഒക്കെ നമുക്ക് സോവറിൻ ഗോൾഡ് ബോണ്ടുകൾ ആരംഭിക്കാൻ സാധിക്കുന്നതാണ്. ഏറ്റവും അവരുടെ വൈഫ് ഫാമിലി ഇവിടെ ഉണ്ടെങ്കിൽ അതിൻ്റെ പേരിൽ നമുക്ക് ചെയ്യാവുന്ന ഓപ്ഷനാണിത്. ഇനി സെക്കൻഡ് ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഗോൾഡ് ETF ആണ്. ഇത് റെസിഡൻറ്റ് ഇന്ത്യൻസിനും നോൺ റെസിഡൻറ്റ് ഇന്ത്യൻസിനും ഏറ്റവും ബെസ്റ്റാണ്. NRIസിന് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷനായിട്ട് ഞാൻ പറയുന്നത് ഗോൾഡ് ETF തന്നെയാണ്. ഏറ്റവും കൂടുതൽ ലിക്വിഡിറ്റി ഉള്ള ഗോൾഡ് ETFകളാണ് ഗോൾഡ് ബീസ് എന്ന് പറയുന്നത്, നിപ്പോൺ ഇന്ത്യയുടേത്. അതേപോലെ തന്നെ SBIയുടെ ഗോൾഡ് ETF ഉണ്ട്, ICICIയുടെ ഗോൾഡ് ETF ഉണ്ട്, HDFCയുടെ ഗോൾഡ് ETF ഉണ്ട്. ലിക്വിഡിറ്റി വൈസ് നോക്കിക്കഴിഞ്ഞാൽ നിപ്പോൺ ഇന്ത്യയുടെ ഗോൾഡ് ബീസാണ് ലിക്വിഡിറ്റി കൂടുതലുള്ളത്. അപ്പോൾ എപ്പോഴും ലിക്വിഡിറ്റി കൂടുതലുള്ള ETFകൾ വാങ്ങാൻ ശ്രദ്ധിക്കുക. അങ്ങനെ ആകുമ്പോൾ വാങ്ങാനും വിൽക്കാനും അത് കുറച്ചുകൂടി ഈസിയാണ്. മാർക്കറ്റ് ട്രേഡിംഗ് ഹവേഴ്സ് ആയിട്ടുള്ള തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 9:15 മുതൽ ഉച്ചയ്ക്ക് ശേഷം 3:30 വരെയുള്ള സമയത്ത് ഇത് വാങ്ങാനും വിൽക്കാനും നമുക്ക് പറ്റും. ഇതിൻ്റെ കേസിലും നമുക്കൊരു വിശ്വാസക്കുറവിൻ്റെ പ്രശ്നം വരുന്നില്ല. അപ്പോൾ ഗോൾഡ് ETFകൾ വാങ്ങിക്കുമ്പോൾ നമുക്ക് ഗോൾഡ് സൂക്ഷിക്കേണ്ട പ്രശ്നം വരുന്നില്ല. GST പ്രശ്നങ്ങൾ വരുന്നില്ല. GST എന്ന് പറഞ്ഞാൽ നമ്മൾ വാങ്ങിക്കുമ്പോൾ 5%, 10% കൊടുക്കുന്ന GSTയുടെ പ്രശ്നങ്ങൾ വരുന്നില്ല. ഇതിന് ഈ സെക്യൂരിറ്റി ട്രാൻസാക്ഷൻ ഇങ്ങനെ ഒരു മൈനർ ചാർജുകൾ വരുന്നു എന്നല്ലാതെ വേറെ ഇതിനകത്ത് ഒരു ഹെഡേക്കും നമുക്ക് വരുന്നില്ല. അപ്പോൾ ഗോൾഡിൻ്റെ പ്രൈസ് കൂടുമ്പോൾ ഗോൾഡ് ETF-ൻ്റെ ഓരോ യൂണിറ്റിൻ്റെ പ്രൈസും കൂടും. ഒരു യൂണിറ്റിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ ഇന്ന് ഏകദേശം ഒരു 65 രൂപയാണ്. 65 രൂപക്ക് ഒരു ഗോൾഡ് ETF-ൻ്റെ ഒരു യൂണിറ്റ് വാങ്ങിക്കും. അങ്ങനെ എത്ര യൂണിറ്റ് നമുക്ക് വാങ്ങിക്കാം?
നമ്മൾ പുറത്ത് പോയി ഭക്ഷണം കഴിക്കുന്ന പൈസയാണ് 2000 രൂപ എന്ന് പറഞ്ഞാൽ ആ 2000 രൂപയ്ക്ക് നമുക്ക് ഗോൾഡ് ETF വാങ്ങിച്ചിടാൻ പറ്റും. അപ്പോൾ നമ്മൾ കുറച്ച് കൂട്ടി വെക്കുക. അത് കൂട്ടി വെക്കുമ്പോൾ അത് വലിയൊരു അസറ്റായിട്ട് നമുക്കത് മാറും. ഇനി എങ്ങനെയാണ് ഗോൾഡ് ETF ആയാലും സോവറിൻ ഗോൾഡ് ബോണ്ട് ആയാലും എങ്ങനെ നമുക്ക് വാങ്ങിക്കാം എന്നുള്ളതാണ്. അത് വാങ്ങിക്കാനുള്ള ഒരു ഓപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് മുന്നേ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. ഗോൾഡ് ETF നമ്മൾ റിഡീം ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ സോവറിൻ ഗോൾഡ് ബോണ്ടാണെങ്കിൽ 8 വർഷം കഴിയുമ്പോൾ നമ്മൾ റിഡീം ചെയ്യുമ്പോൾ അതിന് ടാക്സ് കൊടുക്കണ്ടെന്ന് പറഞ്ഞു. പക്ഷേ ഗോൾഡ് ETF ആണെങ്കിൽ നമ്മൾ എപ്പോഴാണോ വിൽക്കുന്നത്, 1 വർഷം കഴിഞ്ഞിട്ടാണ് വിൽക്കുന്നതെങ്കിൽ ആ കിട്ടുന്ന ഗെയിൻ എത്രയാണോ ലാഭം അതിന് മേലെ നമുക്ക് 12% ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് 12% ടാക്സ് വരും. 1 വർഷത്തിനുള്ളിലാണ് നമ്മൾ വിൽക്കുന്നതെങ്കിൽ 15% വരും. പക്ഷേ SGB പോലെ ലോക്ക് ഇൻ പീരീഡ് ഇല്ല. എപ്പോൾ വേണമെങ്കിലും വാങ്ങാം, എപ്പോൾ വേണമെങ്കിലും വിൽക്കാം. SGB അങ്ങനെ പറ്റില്ല. ഗവൺമെൻറ് ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് മാത്രമേ വാങ്ങാൻ പറ്റുള്ളൂ. പക്ഷേ 8 വർഷം കഴിഞ്ഞിട്ടേ വിൽക്കാനും പറ്റുള്ളൂ. ഇതിനകത്ത് അങ്ങനെ ഒരു കേസ് വരുന്നില്ല. അപ്പോൾ ഇത് രണ്ടും ബെസ്റ്റ് ഓപ്ഷനാണ്. ഒന്നിൽ ചില അഡ്വാൻറ്റേജസ് ഉണ്ട്, ചില പ്രോബ്ലംസ് ഉണ്ട്, ചില ഡ്രോബാക്സ് ഉണ്ട്. മറ്റേലും അതേപോലെ തന്നെ. സോ നിങ്ങൾക്ക് ഏതാണോ കംഫർട്ടബിൾ. ഇപ്പോൾ ഒരു NRIs ആയിട്ടിരിക്കുന്ന ആൾക്ക് ഒറ്റ ഓപ്ഷനേ ഉള്ളൂ, അത് ഗോൾഡ് ETF ആണ്. ഗോൾഡ് ETF വാങ്ങാം. റെസിഡൻ്റ് ആയിട്ട് നിൽക്കുന്ന ഇന്ത്യൻസിന് ഗോൾഡ് ETF ഉണ്ട്, SGB ഉണ്ട്. ഞാൻ പറയുന്നത് രണ്ടും വാങ്ങണം എന്നുള്ളതാണ്. ഇനി ചില സമയത്ത് ഗോൾഡിൻ്റെ റേറ്റ് നന്നായിട്ട് കുറയുമ്പോൾ നമുക്ക് പോയി SGB വാങ്ങിക്കാൻ പറ്റില്ല. കാരണം ആ സമയത്ത് SGB ഇഷ്യൂ ചെയ്യുന്നുണ്ടല്ലോ. ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് SGB വാങ്ങിക്കാൻ പറ്റില്ല. ആ സമയത്ത് ഏറ്റവും ബെസ്റ്റ് ഏതാണ്? ഗോൾഡ് ETF ആണ്. അപ്പോൾ നമ്മൾ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്ന ഒരു പൈസ ഉണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു 2 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്ന സമയത്താണെങ്കിൽ 1 ലക്ഷം രൂപയ്ക്ക് ഒരു SGB വാങ്ങി അവിടെ ഇടുക. അത് കഴിഞ്ഞിട്ട് ഗോൾഡിൻ്റെ പ്രൈസ് ചിലപ്പോൾ പല ന്യൂസുകൾ സഹിതം ഗോൾഡിൻ്റെ പ്രൈസ് ഇങ്ങോട്ട് കുറയും. അപ്പോൾ കുറയുന്ന സമയത്ത് നമ്മളെ കയ്യിൽ കുറച്ച് പൈസ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നമ്മളൊരു ഗോൾഡ് ETF വാങ്ങി വെക്കുക. എന്നിട്ട് പൈസ കൂടുന്ന സമയത്ത് വേണമെങ്കിൽ നമുക്ക് വിൽക്കാം, ഇല്ലെങ്കിൽ അവിടെ ഹോൾഡ് ചെയ്യാം. അപ്പോൾ ഗോൾഡ് ETF വാങ്ങണം, SGBയും നാട്ടിലുള്ളവർ വാങ്ങണം. പക്ഷേ NRIs ഗോൾഡ് ETF വാങ്ങണം. ഇതാണ് ഇതിൻ്റെ ഗോൾഡ് ETF ആണ് ബെസ്റ്റ് ഓപ്ഷൻസ് ആയിട്ട് ഞാൻ പറയുന്നത് NRIsന്. ഇനി ഇത് എങ്ങനെ വാങ്ങാമെന്നുള്ളതാണ് അടുത്ത എല്ലാവർക്കുള്ള ചോദ്യം. നമ്മളെല്ലാവരും മൊബൈൽ ഉപയോഗിക്കുന്നവരാണ്. നമുക്ക് ഇഷ്ടം പോലെ ഡിസ്കൗണ്ട് ബ്രോക്കേഴ്സ് ഉണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ പറയുന്നു, ഇതൊരു ബ്രോക്കറിനെ പ്രൊമോട്ട് ചെയ്യുന്നൊരു വീഡിയോ അല്ല. നമുക്ക് ഡിസ്കൗണ്ട് ബ്രോക്കേഴ്സ് ആയിട്ടുള്ള ഗ്രോ ഉണ്ട്, അപ്സ്റ്റോക്സ് ഉണ്ട്, സെറോദ ഉണ്ട്, അങ്ങനെ ഒരുപാട് ഡിസ്കൗണ്ട് ബ്രോക്കേഴ്സ് ഉണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഏതിലാണ്, എല്ലാം ഓൾമോസ്റ്റ് സെയിം ആണ്. ഇഷ്ടപ്പെട്ട ഏതിലെങ്കിലും മൊബൈൽ ആപ്ലിക്കേഷൻസ് ഡൗൺലോഡ് ചെയ്ത് KYC കംപ്ലീറ്റ് ചെയ്യാം. കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റും. ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് അതിൽ ഗോൾഡ് ബീസ് എന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്കൊരു ഗോൾഡിൻ്റെ ഒരു ഇത് കിട്ടും, ഒരു ഫണ്ട് ഹൗസ് നെയിമാണ് ഗോൾഡ് ബീസ്. ആ ഗോൾഡ് ബീസ് നമുക്ക് വാങ്ങിക്കാൻ പറ്റും, എപ്പോൾ വേണമെങ്കിലും അത് വാങ്ങിക്കാൻ പറ്റും. അപ്പോൾ ഞാൻ പറയുന്നത്, ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നാട്ടിലുള്ളവർ സോവറിൻ ഗോൾഡ് ബോണ്ടും അതേപോലെ ഗോൾഡ് ETFും പരിഗണിക്കാം. NRIs ആയിട്ടുള്ള ആളുകളാണെങ്കിൽ അവർ ഗോൾഡ് ETFും അവർക്ക് പരിഗണിക്കാൻ പറ്റുന്ന ഓപ്ഷനാണ്. ഞാൻ പറയുന്നത്, നമ്മൾ എല്ലാ ഇൻവെസ്റ്റ്മെൻറ്റുകളും ചെയ്യുന്ന ആളുകളായിരിക്കും. പല രീതിയിൽ നമുക്ക് പല സൈഡിലും പല ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഉണ്ടായിരിക്കും. പല ഗോൾഡ് സ്കീമുകൾ ചിലപ്പോൾ നമ്മൾ ജ്വല്ലറിയിലൊക്കെ ചേർന്നിട്ടുണ്ടായിരിക്കും. പല രീതിയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജീസ് നമ്മൾ ഫോളോ ചെയ്യുന്നതാണ്. പക്ഷേ ഗോൾഡ് എന്ന് പറയുന്നത് എപ്പോഴും നമ്മളെ പോർട്ട്ഫോളിയോയിൽ അല്ലെങ്കിൽ നമ്മളെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഒരു ഭാഗം ഗോൾഡ് ആയിരിക്കണമെന്നാണ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ. കാരണം അത് എങ്ങനെ പോയാലും അതിൽ ഇതുവരെയുള്ള ഒരു ഹിസ്റ്ററി നോക്കിക്കഴിഞ്ഞാൽ അതിനൊരു അപ്രിസിയേഷൻ കിട്ടും. അപ്പോൾ ഗോൾഡ് കുറയുന്ന സമയത്ത് ഗോൾഡ് കുറച്ച് വാങ്ങിയിടുക. അത് ഗോൾഡ് ETFകളായിരിക്കാം, അല്ലെങ്കിൽ പറഞ്ഞാൽ സോവറിൻ ഗോൾഡ് ബോണ്ട് അത് ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് വാങ്ങിയിടാം. പക്ഷെ വാങ്ങിയിട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങളൊരു ഫാമിലി ആയിട്ട് നിൽക്കുകയാണെങ്കിൽ മക്കളുടെ പഠിത്തത്തിന്, അവരുടെ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് ഒരു 10 വർഷം കഴിയുമ്പോൾ ഇത് വളരെ വലിയൊരു എമൗണ്ട് ആയിട്ട് നമ്മൾ പോലും അറിയാതെ ഇത് മാറിക്കാണും. ഓക്കെ, അപ്പോൾ ഒരു ഗോൾ ഫിക്സ് ചെയ്തിട്ട് ചെയ്യുക. ഇപ്പോൾ നമുക്കൊരു 5 വയസ്സുള്ള മക്കളുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു 22-ാമത്തെ വയസ്സിൽ അവരുടെ കല്യാണം, മാരേജ്, ഫങ്ഷൻസ്, ഇനിയിപ്പോൾ അല്ലെങ്കിൽ അവരുടെ എഡ്യൂക്കേഷൻ, അവർ ഹയർ എഡ്യൂക്കേഷന് പോകുന്ന സമയമാണെങ്കിൽ അതിന് വേണ്ട ഫണ്ടുകൾ, ആ രീതിയിൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തിട്ട് പ്ലാൻ ചെയ്തിട്ട് കുറയുമ്പോൾ കുറച്ച് കൂട്ടി വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ പോലും അറിയാതെ ഒരു വളരെ വലിയൊരു പെരുവെള്ളമായിട്ടിത് മാറിക്കഴിയും. ഓക്കെ, അപ്പോൾ അതുപോലെ പല തുള്ളി പെരുവെള്ളം എന്ന് പറയുന്ന പോലെ തന്നെ കുറച്ച് വാങ്ങി വെക്കുക. ഇറ്റ് വിൽ ബി എ ബിഗ് അസറ്റ് ഫോർ യു ഇൻ ദ ഫ്യൂച്ചർ. ഇപ്പോൾ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള കുറച്ച് ഇൻഫർമേഷൻസ് ഉണ്ട്. ഇത് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഹെൽപ്പായി എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സുകളുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ കമൻറ്റിൽ ചോദിക്കാം. എനിക്കറിയാവുന്ന പോലെ ഞാനും നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, സോ താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ.